പാഠം 1048 ഒരു യാത്രാ വിവരണം. ഹലോ, അതെ. ആ, നമസ്കാരം. ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. ആണോ? ഓ ശരി, പറഞ്ഞോ. ആ ആ നാളെ രാവിലെ 7 മണിക്കാ പോകുന്നത്. അതെ അതെ അതെ, എല്ലാം കൂടി 10-15 പേരുണ്ടാവും. ബസ്സാ? ആ അതെ അതെ, ഊട്ടി, മൈസൂർ, ബാംഗ്ലൂർ. വക്കീലുമാർക്ക് വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയുള്ള അവസരം കിട്ടുള്ളൂ. നാളെ പോയി വ്യാഴാഴ്ച വെളുപ്പിന് തിരിച്ചു വരും. അതെ അതെ. ആ കേസിന്റെ കാര്യം സംസാരിക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, പ്രഭാകരൻ ചേട്ടൻ ഇന്നൊരു 10 മണിയാകുമ്പോഴേക്കും നേരിട്ട് സംസാരിക്കാം. ഓ ശരി, ആയിക്കോട്ടെ. ഓഹോ, അപ്പൊ ഞാനറിയാതെ ടൂർ പോകുന്നിടം വരെ എത്തിയ കാര്യങ്ങൾ. അടുത്ത മാസം മുതല് കോളേജും സ്കൂളും ഒക്കെ അവധിയാ, അറിയാലോ അല്ലേ? നീയും ഞാനും ഒന്നും കോളേജിലും സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ എന്നാണോ പറഞ്ഞത്? നാട്ടിലുള്ള ടൂർ ഓപ്പറേറ്റർമാരൊക്കെ അതെ ഈ വർഷത്തെ ടൂറൊക്കെ സംഘടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോണ്ടേ? തീർച്ചയായും അത് വേണം. സമ്മതിച്ചോ? പിന്നെ അയ്യോ, നമ്മൾ എവിടെയാ പോകുന്നത്? ഞാൻ വില്ലേജ് ഓഫീസിലേക്ക്, നീ വക്കീൽ ഓഫീസിലേക്ക്. ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പോ വലിയ തമാശ പറഞ്ഞുകൊണ്ട് വരരുത്. ഈ കൊല്ലം എന്തായാലും എവിടെയെങ്കിലും ടൂർ പോയേ പറ്റൂ. എന്തോ ഇതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ചില അനാവശ്യ ശീലങ്ങളാണ്. ഓരോ വർഷവും ടൂർ പോകണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ടൂർ പോകരുത് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടോ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഒരു പ്രയോജനവുമില്ലാതെ ചിലവാക്കുന്ന ഏർപ്പാടിനെയാണ് വിനോദയാത്ര എന്ന് പറയുന്നത്. ഇത്തരം കോമാളിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കെ മോഹനേഷ് സാറിന് സമയമില്ല. ഇതെങ്ങനെ മോഹനയുടെ കോമാളിത്തരമാവുന്നത്? 3 കൊല്ലമായിട്ട് ഞാൻ പറയുന്നത് നമുക്കൊന്ന് കൊടൈക്കനാൽ പോവാന്ന്. എന്റെ വലിയൊരു ആഗ്രഹം മോഹനേട്ടാത്, നമുക്ക് പോകാം. നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് നീ ഇങ്ങനെ ചൊറിഞ്ഞോടിക്കുന്നത്? ഉറപ്പാണോ? തീർച്ചയായും. ശരി, അപ്പൊ മോഹനേട്ടന്റെ ഇഷ്ടങ്ങൾ മാത്രമേ നടത്തുന്നതാണ് തീരുമാനം. അങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ മോഹനേട്ടന്റെ ഔദാര്യത്തിലും ചെലവിലും ജീവിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇത് ശരിയായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. എനിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, വരുമാനമുണ്ട്. എനിക്ക് ടൂർ പോകണമെങ്കിൽ മോഹനേട്ടന്റെ അനുവാദവും വേണ്ട, സഹായവും വേണം. എന്ന് വെച്ചാൽ നീ ഒറ്റയ്ക്ക് പോകും? എന്തിനാണ് ഒറ്റയ്ക്ക് പോണത്? വക്കീൽ ഓഫീസിലുള്ള ആളുകളെല്ലാം കൂടി ടൂർ പോകാൻ ആലോചിക്കുന്നുണ്ട്. മോഹനന്റെ കൂടെ പോകാനുള്ള ആഗ്രഹത്തിൽ ഞാൻ അപ്പൊ അവരോട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്തായാലും ആ വഴി ആലോചിക്കാലോ. ഞാൻ അവരോട് പൊയ്ക്കോളാം. എന്റെ അനുവാദമില്ലാതെ? മോഹനേട്ടന്റെ അനുവാദം ഇല്ലാതെ ഞാൻ പോയ മോഹനേട്ടന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏറി വന്നാ എന്നെ അങ്ങ് ഉപേക്ഷിക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ ഈ കൊല്ലം ടൂർ പോയിരിക്കും. തടയാൻ പറ്റുമെങ്കിൽ മോഹനേട്ടൻ അങ്ങ് തടഞ്ഞു. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? ഇതൊരു വീടാണെന്ന് നിനക്കറിയാം. ആണല്ലോ. ഇപ്പൊ എന്താ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ് എന്ന കാര്യം നിനക്കറിയാമോ? കല്യാണം കഴിഞ്ഞ് വർഷം ഇത്രേ ആയതിനു ശേഷമാണോ ഇതൊക്കെ ചോദിക്കുന്നത്? ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിക്കുന്നതാണ് മര്യാദ എന്ന് നിനക്കറിയാമോ? ഇപ്പൊ എന്താണ് വേണ്ടത്? നീ നിന്റെ വാശികൾ ഇങ്ങനെ തീർക്കാൻ തുടങ്ങിയാണെങ്കിൽ ഞാനും എന്റെ വഴിക്ക് അങ്ങ് പോകും. കോമഡി കോമഡി പറയുന്നത് കേട്ടാ
കേൾക്കാത്തൊന്നും മോഹനേട്ടൻ ഒരു വാശിയില്ലാത്ത ഒരാളാണെന്ന്. വാശിയുടെ കാര്യത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും കേമൻ എന്റെ മോഹനേട്ടനാണല്ലോ. അയ്യോ എനിക്കാണ്. ഹലോ, ആ നമസ്കാരം സാർ. ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് സാറിന് സമയമുണ്ടെങ്കിൽ ഒന്ന് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പേപ്പറുകളിലൊക്കെ ഒന്ന് ഒപ്പിടായിരുന്നു. അതെ അതെ, നാളെ മുതൽ വ്യാഴാഴ്ച വരെ അത് നടക്കില്ല, അതുകൊണ്ടാ. ആരാ പറഞ്ഞത്? ഓ അത് ശരി. ആ സംഗതി സത്യമാ. നാളെ വെളുപ്പിന് പോയി വ്യാഴാഴ്ച തിരിച്ചു വരും. അതെ അതെ. ആ ഓ ആ PWD ദാമോദര സാറാ? അല്ല സാർ, ഇവിടെ പറഞ്ഞതാ മോഹനേട്ടനോട്. അതെ അതെ അതെ. ആ മോഹനേട്ട അടുത്തുണ്ട്, കൊടുക്കണോ? മോഹനേട്ട അല്ല, മോഹനേട്ട പുറത്തേക്ക് പോയി, ആരോ വന്നെന്ന് തോന്നുന്നു. ആ ശരി സാർ, ഒരു 3 മണിക്കൊക്കെ സാറ് വരുമെങ്കിൽ നന്നായിരുന്നു. ആ പേപ്പറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. ശരി. ടൂറിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. കൊള്ളാലോ. നമസ്കാരമുണ്ട് സാറേ. സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. ആ തോമസ് സാറിന്റെ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായെന്ന് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു. നാട്ടിൽ അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത്. അപ്പൊ പിന്നെ ഞാൻ താലൂക്ക് ഓഫീസിൽ പോയി അന്വേഷിച്ചോളാം സാറേ. സഹദേവ സാറിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂല്ലേ സാറേ? പിന്നെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. എന്താണ് സാറേ പ്രശ്നം? വക്കീലുമായിട്ട് രാവിലെ പ്രശ്നം ഉണ്ടായല്ലേ? ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷെ ഉണ്ടാവും. അതെന്താണ് സാറേ കാര്യം? കഴിഞ്ഞ മാസം അവൾ എന്നോടൊരു ടൂറിന്റെ കാര്യം പറഞ്ഞിരുന്നു. അവക്ക് കൊടൈക്കനാലിൽ പോണോന്ന്. ഓ, സാറ് പറഞ്ഞാലും പറ്റൂല എന്ന്. എങ്ങനെ പറയായിരിക്കും? ഇക്കൊല്ലം പോകാൻ സമ്മതിച്ചാൽ അടുത്ത കൊല്ലം അവൾ പിന്നെയും പറയും ടൂറിന് പോണോ. അങ്ങനെ വാരിക്കോരും ധൂർത്തടിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ അന്ന് അവൾ അതിന്റെ വാശിക്ക് എന്നോടൊരു വാചകം പറഞ്ഞു. മോഹനേട്ടന്റെ അനുവാദം ഇല്ലാതെ ഞാൻ പോയ മോഹനേട്ടന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏറി വന്നാ എന്നെ അങ്ങ് ഉപേക്ഷിക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ ഈ കൊല്ലം ടൂറ് പോയിരിക്കും. തടയാൻ പറ്റുമെങ്കിൽ മോഹനേട്ടൻ അങ്ങ് തടഞ്ഞു. ഇത്രയേ ഉള്ളൂ ആ കാര്യം. അതൊക്കെ വെറുതെ സാറിനെ ചൂടാക്കാൻ വേണ്ടി വക്കീല് പറയുന്നതല്ലേ. സാറില്ലാതെ എന്തായാലും വക്കീല് ടൂർ പോകൂല എന്നാ ഞാനും കരുതിയത്. പക്ഷേ കുറച്ചു മുമ്പ് മനസ്സിലായത് നാളെ രാവിലെ അവരെല്ലാരും കൂടി മൈസൂരിനും ഊട്ടിക്കും ഒക്കെ പോകാൻ പോവുകയാണെന്ന്. എന്നോട് ഇതുവരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഫോൺ വിളിക്കുന്നവരോട് ഞാൻ കേൾക്കാതെ അവൾ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഒക്കെ ഞാൻ കേട്ടു തമ്മ. അപ്പൊ സാറ് വക്കീലിന്റെ അടുത്ത് ചോദിച്ചില്ലേ? ചോദിച്ചിട്ടുള്ള കാര്യം അവൾ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നേരായ മാർഗത്തിൽ അത് നമുക്ക് തടയാൻ പറ്റില്ല. എന്തെങ്കിലും തരികട പ്രയോഗിക്കേണ്ടി വരും. എന്തെങ്കിലും തരികട എന്ന് വെച്ചാ അവൾക്ക് ടൂർ പോകാൻ പറ്റാത്ത വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കണം. ആ ഒരു വഴിയേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പൊ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഞാൻ ശരിയാക്കി തരാം. വക്കീല് ടൂർ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ ഇരുന്നാ പോരെ? മതി മതി. ഞാൻ ഇവിടെ നില്ല സാറേ, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. വക്കീലേ, നമസ്കാരം വക്കീലേ. നമസ്കാരം. മോഹനേട്ടൻ സാർ ഇല്ലേ ഇവിടെ? സാറിനെ കാണാനാണോ വന്നത്? പിന്നെ എന്തിനാണ് വക്കീലേ എന്ന് വിളിച്ചത്? അല്ല, യഥാർത്ഥത്തിൽ ഞാൻ വക്കീലിനെ കാണാൻ തന്നെയാണ് വന്നത്. പിന്നെ ഒരു ഉഗ്രം കോളത്ത് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ വക്കീൽ ഞെട്ടും. മോഹനേട്ടൻ സാർ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടി ബോധമിട്ട് വീഴും. അയ്യോ, അപ്പൊ പിന്നെ മോഹനേട്ടൻ എന്തായാലും കേൾക്കാതിരിക്കുന്നത് നല്ലത്. എന്താ കാര്യം? അത് പിന്നെ ഈ ടൗണിൽ വലിയ ബിസിനസ് നടത്തല്ലേ മാത്യു സാറ്. ഓ, വക്കീൽ അറിയില്ലേ? അങ്ങനെ ഒരു മാത്യു സാറിനെ എനിക്കറിഞ്ഞൂടാ. അയ്യേ, എന്റെ വക്കീലെ മാത്യു സാർ എന്ന് പറഞ്ഞ ആരാ? റിയൽ എസ്റ്റേറ്റ്, എക്സ്പോർട്ടിങ്, ഹോട്ടല്, ഇങ്ങനൊക്കെ ഇല്ലാത്ത ബിസിനസ് ഇല്ല. കോടീശ്വരൻ. ഓ
അതുകൊണ്ട് ഈ മാത്യു സാറിന്റെ കേസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഏതോ ഹൈക്കോടതിയിലെ വലിയ വക്കീല അങ്ങേര് ഡൽഹിക്ക് പോയി. ഇനി മുതൽ സുപ്രീം കോടതിയിലെ കേസ് മാത്രമേ കേൾക്കുള്ളൂ എന്നാണ് അങ്ങേര് പറയുന്നത്. ഓഹോ. ഇനി മുതൽ മാത്യു സാറിന്റെ കേസുകൾ നോക്കാൻ പുതിയൊരു വക്കീല് വേണം. ഓ, ആരോ സത്യമായ വക്കീലിന്റെ പേരങ്ങ് പറഞ്ഞു. എന്ത്? ഓ, സംഭവം കേട്ട പാതി മാത്യു സാർ ഉടനെ എന്ത് ചെയ്തു? എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ മാത്യു സാറേ, ഇതിനേക്കാളും നല്ലൊരു വക്കീലിനെ മാത്യു സാറിന് കിട്ടൂല, ധൈര്യമായിട്ട് വച്ചോ എന്ന്. മറ്റന്നാൾ രാവിലെ വക്കീലിനെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് മാത്യു സാർ. അയ്യോ, മറ്റന്നാളാ? ആ, മറ്റന്നാൾ ഒരു ദിവസം സാറിന് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് സാറാ നേരെ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരൂ. മറ്റന്നാൾ കാണാൻ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നടക്കൂല ഉത്തമ. അയ്യോ, വ്യാഴാഴ്ച കഴിയാതെ ഒരു പണി നടക്കൂല. അയ്യോ, അങ്ങനെ പറയല്ലോ വക്കീലേ. എന്താ? ഈ പിന്നെ മാത്യു സാർ എന്ന് പറഞ്ഞ ആരാ? പൊന്മുട്ടെടുത്ത താറാവാ. കേസ് ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ അവസരം കളഞ്ഞു കുളിക്കരുത്. എന്ത് പറഞ്ഞാലും ഉത്തമ മറ്റന്നാളെ നടക്കൂല. ഞാൻ പറഞ്ഞല്ലോ, വേറെ ചില കാര്യങ്ങളുണ്ട്. വ്യാഴാഴ്ച കഴിഞ്ഞാണേ നോക്കാതെ പറ. ശരി. അപ്പൊ അല്ല പിന്നെ രക്ഷയില്ല. ഇനിയിപ്പോ മോനേഷ് സാറിന്റെ അടുത്ത് എന്തോന്ന് പറയും? എന്തായി? ഒരു രക്ഷയില്ല സാറേ. നല്ലൊരു 1-ാം തരം കേസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വക്കീൽ ഒരു ഒത്തുതീർപ്പിനില്ല. കേസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വക്കീൽ വീഴാത്ത സ്ഥിതിക്ക് ഇനി ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഉത്തമ വിചാരിച്ചത് നടക്കില്ല, എനിക്കറിയാം. ഉത്തമ ബുദ്ധിയില്ലല്ലോ. സാറ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമായതുകൊണ്ടാണല്ലോ എന്റെ അടുത്ത് എന്റെ സാറേ, ഇനിയിപ്പോ ഇതിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. വക്കീൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. സാറ് മിണ്ടാതിരുന്നോ, വക്കീൽ പോയിട്ട് വരട്ടെ. അപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്കാവില്ലേ? ഓ, അപ്പൊ സാറിന്റെ പ്രശ്നം അതാണ്. വക്കീൽ ടൂർ പോകുന്നതിന്റെ പേര് കാശ് ചെലവാകുന്നതല്ല, സാറിന് ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ ഒന്നും ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറേ, അന്ന് വക്കീൽ കൊടൈക്കനാലിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ സമ്മതിച്ചാ പോരായിരുന്നാ? രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ സാർ ഒറ്റയ്ക്കാവുന്നുള്ള പ്രശ്നമില്ല. വക്കീൽ അവരുടെ കൂട്ടത്തിൽ പോവുകയില്ല. അത് മതിയായിരുന്നു സാറേ. ഇവളിങ്ങനെ ഒറ്റയ്ക്കേറി പോകുന്ന ഞാൻ അറിഞ്ഞു. സാറേ, എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. എന്താ? സാറ് വക്കീലിനെ കൊടൈക്കനാലിൽ കൊണ്ടുപോവാന്ന് പറ. അപ്പൊ പിന്നെ വക്കീല് മറ്റേ ടൂർ വേണ്ട നോക്കൂലേ? ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഞാൻ ടൂറുണ്ടോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവള് വിശ്വസിക്കുന്നില്ല. ഈ ടൂറ് മുടക്കാനുള്ള വഴിയാണെന്ന് അവള് വിചാരിക്കും. അല്ല, അതിപ്പോ വക്കീല് പോകുന്ന കാര്യം സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എന്നാലും ഞാൻ ചെന്ന് പെട്ടെന്ന് ടൂറിന്റെ കാര്യം പറയുമ്പോൾ അവളത് വിശ്വസിക്കുമോ? അത് ശരിയാണ് കേട്ടാ. അങ്ങനെയാണെങ്കി അതിനും വഴിയുണ്ട് സാറേ. എന്ത് വഴി? സാറിനിപ്പോ പെട്ടെന്നൊരു ഫോൺ വരുന്നു. എവിടെ? അങ്ങ് ട്രാവൽ ഏജൻസിന്ന്. സാറ് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന കൊടൈക്കനാൽ ടൂറിന്റെ കാര്യം പറയാനാണ് ഫോൺ വരുന്നത്. ഫോൺ എടുക്കുന്നത് വക്കീല്. വക്കീലിനോട് ഏജൻസിക്കാരൻ കാര്യം പറയുന്നു. അപ്പ വക്കീൽ വിശ്വസിക്കൂലേ? വിശ്വസിക്കും. വിളിക്കില്ലല്ലോ. ഞാൻ ടൂർ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. എന്റെ സാറെ, വിളിക്കുന്നത് ഏജൻസിക്കാരനല്ല. വക്കീൽ ഒരു സംശയം തോന്നാതെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഈ പ്രശ്നം സാർ എനിക്ക് വിട്ടു തന്നേര്. കാര്യം തെളിച്ച് പറ. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നു. സാർ ഫോൺ എടുക്കരുത്. വക്കീല് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പക്ഷെ സാറേ, ടൂർ പോവേണ്ടി വരും. കാരണം പിന്നെ ടൂർ പോയില്ല എന്നുണ്ടെങ്കിൽ വക്കീൽ ഇതെല്ലാം കൂടെ അന്വേഷിച്ച് പിടിക്കുകയും ചെയ്യും, സംഗതി കൊള്ളാവുകയും ചെയ്യും. അത് സാരമില്ല. എന്നാലും ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ നല്ലതല്ലേ രണ്ടുപേരുടെ ടൂർ പോകുന്നത്. ഉദവും വേഗം പോയി ഫോൺ ചെയ്യ്, വേറെ വഴിയില്ല. ശരി ശരി, ഓക്കെ സാർ വെക്കോ, ധൈര്യമായിട്ട് വെക്കോ. നമ്മുടെ തണക്കാളി. ആഹാ, ഇതെവിടായിരുന്നു? ആഫീസിലൊന്നും പോണ്ടേ? ആഫീസിൽ പോകാൻ സമയാവുന്നല്ലേ ഉള്ളൂ. എനിക്ക് കൃത്യം 9:32 ഇവിടുന്ന് പുറപ്പെട്ടാ മതിയല്ലോ.
5 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് മോഹനേട്ടൻ തന്നെയാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. അതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ലേ. സത്യത്തിൽ കൃത്യം 9:32 പുറപ്പെടുന്ന എനിക്ക് ഇഷ്ടം. അതെന്തുകൊണ്ടാണ് എന്ന് നിനക്കറിയാമോ? അറിയാം. 9:38 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 10 മണിക്ക് ഓഫീസിലെത്താം. അതുകൊണ്ടൊന്നുമല്ല. 9:38 വരെ എനിക്ക് നിന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നെ കണ്ടോണ്ട് നിൽക്കാമല്ലോ. എന്താ നോക്കുന്നത്? സത്യം പറഞ്ഞ പറ്റുന്നിടത്തോളം സമയം നിന്റെ കൂടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടല്ലേ കൃത്യം 9:38 വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുന്നത്. വൈകിട്ട് ആഫീസ് വിട്ടാൽ കൃത്യം 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഓടി ഇവിടെ എത്തും. വഴിയിൽ ഒരിടത്തും ഒരു നിമിഷം പോലും ഞാൻ താമസിക്കില്ല. എന്തുകൊണ്ടാ? ഇവിടെ വന്നിട്ടുണ്ടല്ലോ ചായ കുടിക്കാൻ. ചായക്കടയ്ക്ക് ചായ കുടിച്ചോണ്ടേ കാശ് കൊടുക്കണ്ടേ? അതുകൊണ്ടല്ല, നിന്നെ കാണാനുള്ള ആഗ്രഹം. അതുകൊണ്ട് മാത്ര. കളിയാക്കുകയാണല്ലേ? ആമേ, എന്താ? അറിഞ്ഞു വരുമ്പോ ഞാൻ നിന്നോട് ദേഷ്യപ്പെടാറുണ്ട്, നിന്നെ കളിയാക്കാറുണ്ട്. അതൊക്കെ ശരിയാ. അതെന്തുകൊണ്ടാ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്. എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സ്നേഹമൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. ചെറിയ സ്നേഹമൊന്നുമല്ല, വലിയ സ്നേഹം. നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്ര സ്നേഹം. അതുകൊണ്ടാ 9:38 ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. വൈകിട്ട് 5:15 ആവുമ്പോ ഞാൻ ഓടിക്കിതച്ച് ഇവിടെ എത്തുന്നത്. ആണോ? ഇത് എന്ത് പറ്റി? ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഫോൺ എടുക്ക്, നിനക്കായിരിക്കും. എനിക്ക്? ഇല്ല, ഇന്ന് വന്ന ഫോണെല്ലാം നിനക്കായിരുന്നല്ലോ. അപ്പോ ഇതും നിനക്കായിരിക്കും. ചെല്ലു. ഹലോ. ഹലോ, ഇത് വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന്റെ വീടല്ലേ? അതെ. ഓ, ഞാന് ശക്തി ട്രാവൽസിൽ നിന്നാ വിളിക്കുന്നത്. ഉദയൻ സാറിനെ ഒന്ന് കിട്ടുമോ? ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. മോനേട്ടാ, ഇപ്പൊ വരുവേ. ഓ ഓ ഓ, സാറിന്റെ വൈഫാണല്ലേ? അതെ. എനിക്കറിയാം. അഡ്വക്കേറ്റ് സത്യഭാമ എന്നല്ലേ പേര്? അതെ. ആ, സാർ ഇവിടെ തന്ന ബുക്കിങ്ങിലെ വക്കീലിന്റെ പേരുണ്ട്. ബുക്കിങ്ങോ? എന്ത് ബുക്കിങ്? ആരാപ്പാമേ? ഒരു ട്രാവൽസിന്ന്. പേരെന്തോ പറഞ്ഞു. മനസ്സിലായി. എടുക്കൂ. ഹലോ. ആ സാറേ, ഞാൻ ഉത്തമൻ. ഞാനേ ഉദയൻ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ഉദയ, എന്തായ കാര്യങ്ങൾ? ആ, ബാക്കിയൊക്കെ സാറിന്റെ സാമർത്ഥ്യം പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്ത്? എല്ലാം ശരിയായോ? എന്നാണ്? അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയിലോ? ആയിക്കോട്ടെ, വളരെ സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാന്. സാറേ, ഫോൺ കട്ട് ചെയ്തിട്ടേ സാറിന്റെ മനോധർമ്മം പോലെ ബാക്കി എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഒക്കെയാണ്. അപ്പൊ ശരി, ഉത്തമന്റെ പ്രത്യേക നന്ദിയുണ്ട്. ഉദാത്തമാ, ഉദയ, എന്താന്നറിയാ ഉദയ, എന്റെ ഒരു അടുത്ത പരിചയക്കാരുണ്ട് ഉത്തമൻ. ഉത്തമൻ എന്നാ അയാളുടെ പേര്. ഉത്തമ ആള് പറപ്പോയി. രാവിലെയും വൈകിട്ടൊക്കെ ഇവിടെ കയറി ഇറങ്ങുന്ന ഒരു പയ്യൻ. അതുകൊണ്ട് എന്റെ രാവിലെ എപ്പോഴും ഉത്തമനെ വരൂ. അത്രേ ഉള്ളു. ശരി 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 ശരി. എങ്ങനെയുണ്ട്? എന്താ കാര്യം? ഉദയൻ നിന്നോട് പറഞ്ഞില്ലേ? ഉദയൻ നിന്നോട് പറഞ്ഞില്ലേ? ഉദയൻ, അടുത്ത മാസം ആദ്യത്തെ ആഴ്ച നമ്മളൊരു ടൂർ പോകുന്നുണ്ട്. എങ്ങോട്ട്? കൊടൈക്കനാൽ. തറകുടല്ലേ പോണ?
അല്ല അതാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സത്യമാണോ? പിന്നെ അല്ലാതെ ഇന്നാളൊരു ദിവസം നീ ടൂർ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഞാനും നീയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായല്ലോ. അന്ന് നീ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. അത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഭാമ. അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ പോയി കൊടൈക്കനാലിലേക്ക് ഒരു ടൂർ അങ്ങ് ബുക്ക് ചെയ്ത് കളഞ്ഞു. തീയതി പിന്നെ അറിയിക്കാന്ന അയാൾ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും സംഗതി ഉറപ്പിച്ചു. ഇതാ അയാൾ വിളിക്കുകയും ചെയ്തു. സത്യമാണോ മോഹനോട് പറയുന്നത്? ഞാൻ എന്താ പറയുന്നത്? ഒരു കാര്യമില്ല, ആരെങ്കിലും നുണ പറയൂ? എന്റെ പ്രാർത്ഥന നീ കേട്ടു. മോഹനട്ടാ, വക്കീൽ ഓഫീസിലുള്ള എല്ലാരും കൂടി നാളെ രാവിലെ ഊട്ടിക്കും മൈസൂരിനൊക്കെ ടൂർ പോവാണ്. വ്യാഴാഴ്ച തിരിച്ചു വരുള്ളൂ. കൂടെ ചെല്ലാൻ എല്ലാവരും എന്നെ നിർബന്ധിച്ചതാ. ഞാൻ പറഞ്ഞു പക്ഷെ വരുന്നില്ല. മോഹനട്ടൻ ഇല്ലാതെ ഇത്രയും ദിവസം കഴിയാന്ന് വെച്ചാ അതെനിക്ക് വലിയ പാടാ. അതുകൊണ്ട് ഞാൻ ഇല്ലാന്ന് ഞാൻ തീർത്തും പറഞ്ഞു. ഞാൻ മാത്രമേ പോകാത്തായിട്ടുള്ളൂ. പക്ഷെ രാവിലെ മുതൽ വിളിക്കുന്ന ആളുകളൊക്കെ ടൂറിന്റെ കാര്യമാണ് പറയുന്നത്. ഞാനില്ലെന്ന് അവർക്കറിയില്ലല്ലോ. ബാക്കിയുള്ളവരില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തായാലും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഉത്തമം കൊണ്ടുവന്ന ഒരു പുതിയ കേസ് പോലും ഞാൻ വേണ്ടാന്ന് വെച്ചു. അല്ല, എല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാനാണ്. എന്തായാലും എന്റെ സങ്കടം പ്രയാസം ദൈവം കണ്ടു. കണ്ടില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് തന്നെ ഇങ്ങനൊരു വിളി വന്നത്. ഓഫീസിലുള്ളവരോട് എനിക്ക് പറയാൻ ഒരു ന്യായമായി. ഞാനും എന്റെ മോഹനട്ടനും അടുത്ത മാസം കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്നു. നിങ്ങളോട് വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. ഞാൻ എന്റെ മോഹനട്ടന്റെ കൂടെ ഉള്ളൂ എന്ന് എനിക്ക് പറയാലോ. എന്താ? അതിബുദ്ധിമാന്മാർക്ക് ഇങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റും. സാരമില്ല. ഭാര്യയെ കൂട്ടി ഒരു യാത്ര പോകുന്നത് കൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല എന്ന് വില്ലേജ് ഓഫീസറെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.